Fourth chapter, Motion in a Plane, Part 3. Maximum horizontal range. Horizontal range എന്നുള്ള ഫോമുല നമുക്കറിയാം R is equal to u square sin 2 theta by g എന്നാണ്. ഇതിൽ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ sin 2 തീറ്റയുടെ വാല്യൂ 1 ആയിരിക്കണം. കാരണം സൈനിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. sin 0ൻ്റെ വാല്യൂ 0യും sin 90യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 2 തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? 90ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 45 ഡിഗ്രി. അപ്പോൾ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്ര ഡിഗ്രി ആയിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. ഇനി ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് സെയിം ഫോർ ആംഗിൾസ് തീറ്റ ആൻഡ് 90 മൈനസ് തീറ്റ. ഫോർ തീറ്റ ആറ് കാണാനുള്ള ഫോമുല നമുക്കറിയാം യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ്. ഇനി 90 മൈനസ് തീറ്റയ്ക്ക്, അപ്പോൾ തീറ്റയ്ക്ക് പകരം നമ്മൾ 90 മൈനസ് തീറ്റ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആർ ഡാഷ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 ഇൻറ്റു തീറ്റയ്ക്ക് പകരം 90 മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇനി ആ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ആർ ഡാഷ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 180 മൈനസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇതിൽ സൈൻ 180 മൈനസ് 2 തീറ്റ സൈൻ 2 തീറ്റയ്ക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? ആർ ഡാഷ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഇവിടെ മുകളിൽ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി എന്ന് പറഞ്ഞാൽ ആറിന് ഈക്വലാന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആർ ഡാഷ് എന്തിന് ഈക്വലാണ്? ആറിന് ഈക്വലാണ്. അതായത് ഹൊറിസോണ്ടൽ റേഞ്ച് തീറ്റയ്ക്കും 90 മൈനസ് തീറ്റയ്ക്കും ഈക്വലാണ്. ബോഡി ത്രോൺ വെർട്ടിക്കലി ഫ്രം എ ഹൈറ്റ്. ബോഡി ഒരു വെർട്ടിക്കൽ ഹൈറ്റിൽ നിന്ന് ത്രോ ചെയ്യാണ്. ഇവിടെ എച്ച് ഹൈറ്റാണ്, അതുപോലെ തന്നെ ആറ് ഹൊറിസോണ്ടൽ റേഞ്ചാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ വെലോസിറ്റി u ആണ്. നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്യുന്ന എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതിൽ യുവിൻ്റെ വാല്യൂ നമുക്ക് 0 കിട്ടി, എയുടെ വാല്യൂ g ആണ്, എസ് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, അത് എച്ച് ആണ് ക്യാപിറ്റൽ. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു ക്യാപിറ്റൽ ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് 2h ഇസ് ഈക്വൽ ടു ജി ടി സ്ക്വയർ കിട്ടി. ഇതിൽ നിന്ന് ടി സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടി 2h ബൈ ജി. അപ്പോൾ ടി ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള എക്സ്പ്രഷൻ കിട്ടി ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h ബൈ ജി. നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് കാണുകയാണ്. വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് യു ഇൻറ്റു റൂട്ട് ഓഫ് 2h ബൈ ജി. ഇതാണ് ഹൊറിസോണ്ടൽ റേഞ്ചിനുള്ള ഫോർമുല. ഇനി എന്താണ് യൂണിഫോം സർക്കുലാർ മോഷൻ? If speed is uniform in circular motion, it is called uniform circular motion. ഒരു സർക്കുലാർ മോഷനിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം സർക്കുലാർ മോഷൻ. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി തീറ്റ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റേഡിയസ് വെക്റ്റർ. ആ റേഡിയസ് വെക്റ്റർ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിന് യൂണിറ്റ് സമയത്തിലുണ്ടാവുന്ന ചേഞ്ച്. ആംഗുലാർ വെലോസിറ്റി കാണാനുള്ള ഫോർമുല ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. അടുത്തത് ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ, ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി, യൂണിറ്റ് സമയത്തിൽ ആംഗുലാർ വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച്. അപ്പോൾ ആൽഫ കാണാനുള്ള ഫോർമുല ഡി ഒമേഗ ബൈ ഡി ടി. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി, അതായത് വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ നമ്മൾ തെളിയിക്കുകയാണ്. ഇതിൽ വി എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റിയാണ്, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റിയാണ്. അപ്പോൾ ഈ ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്നത് ആർക്കാണ്, തീറ്റ റേഡിയസ് ആംഗിളാണ്, ആറ് റേഡിയസ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു എസ് ബൈ ആർ. ഇതിൽ നിന്ന് എസ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ കിട്ടി. രണ്ടിനെ ഡി ടി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡി എസ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി വി ആണ്, ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ കിട്ടി വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. അടുത്ത റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലാർ വെലോസിറ്റി. ലീനിയർ ആക്സിലറേഷൻ എയും ആംഗുലാർ വെലോസിറ്റി വിയും തമ്മിലുള്ള റിലേഷൻ, അതായത് എ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ നമ്മൾ പ്രൂവ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഫിഗറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ രണ്ട് വെലോസിറ്റീസ് ഉണ്ട്. ഒരു വെലോസിറ്റി v1 ആണ്. ഈ പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇതിന് ടാൻജൻ്റ് ആയിട്ടാണ്. ഇവിടെ v2 ആണ്. ഈ v1നെ നമ്മൾ ഇങ്ങോട്ട്
മാറ്റി വരച്ചു. അതുപോലെ തന്നെ V2നെ അതേപോലെ അങ്ങോട്ട് മാറ്റി വരച്ചു. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് dv അല്ലെങ്കിൽ ഡെൽറ്റ വി എന്ന് പറയുന്നത്. ആംഗിൾ തീറ്റയാണ്. നമ്മൾ ആ ഫോർമുല യൂസ് ചെയ്യുന്നു. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന ഫോർമുല യൂസ് ചെയ്യുന്നു. അതായത് തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി. ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു തീറ്റ എന്ന് കിട്ടി. ഇനി നമ്മൾ ഡി ടി ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്സിലറേഷൻ എ ആണ്. ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എ ഈസ് ഈക്വൽ ടു വി ഒമേഗ കിട്ടി. ഇനി വിക്ക് പകരം നമുക്കറിയാം ആർ ഒമേഗയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഇവിടെ ഈ വിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, ആർ ഒമേഗ കൊടുക്കുന്നു. അപ്പോൾ ആർ ഒമേഗ ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ ആർ ഒമേഗ സ്ക്വയർ കിട്ടി. ഈ ആർ ഒമേഗ സ്ക്വയർ ആണ് എയുടെ വാല്യൂ. അതാണ് എ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. ഇനി എന്താണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ? ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻസ് ടുവേഴ്സ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഇൻ സർക്കുലർ മോഷൻ. സർക്കുലർ മോഷനിൽ ആ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു, എ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. പക്ഷേ ഇവിടെ ഒമേഗ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒമേഗയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, വി ബൈ ആർ കൊടുക്കുന്നു. ഇപ്പോൾ ഒമേഗയ്ക്ക് പകരം വി ബൈ ആർ. അപ്പോൾ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് എക്കുള്ള ഫോർമുല കിട്ടി, വി സ്ക്വയർ ബൈ ആർ. ഇനി മറ്റൊരു ഫോർമുല ഉണ്ടാക്കുകയാണ്. എ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ വീണ്ടും എഴുതി. നമ്മൾ ആറിന് പകരം വി ബൈ ഒമേഗ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വി ബൈ ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ, ഒരു ഒമേഗ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി, വി ഒമേഗ. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷനുള്ള 3 ഫോർമുല കിട്ടി. ഒന്ന് എ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ, രണ്ടാമത്തത് എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, മൂന്നാമത്തത് എ ഈസ് ഈക്വൽ ടു വി ഒമേഗ. ഇനി എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് നോക്കാം. ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അത് കണ്ടെത്താനുള്ള ഫോർമുല എഫ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ എക്ക് പകരം അത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, അത് വി സ്ക്വയർ ബൈ ആർ കൊടുത്തു. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ.